നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. വനം മന്ത്രിക്കെതിരായ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധം വയനാട്ടിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വനം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. കർഷക സംഘടനകൾ, ഒപ്പം സഭകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ആവശ്യവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഒപ്പം കോട്ടയത്ത് സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി പ്രചാരണം ആരംഭിക്കുന്ന മണ്ഡലമായി കോട്ടയം മാറുകയാണ്. കൊല്ലത്ത് NK പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണ്ടേ? പോകണം. അവിടെ CCFനെ വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ പ്രത്യേകം അവിടെ വെക്കണ്ടേ? ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമയം? ജനങ്ങളാണ് നേതൃത്വം എന്ന് പറയുന്നത്. ജനങ്ങൾ, പക്ഷേ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടുകാരെ തള്ളി വനം മന്ത്രി. പ്രതികരണത്തിൽ വയനാട്ടിൽ പ്രതിഷേധം. ശശീന്ദ്രൻ രാജി ആവശ്യപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ്. മന്ത്രിയെ തള്ളി LDFിൽ നിന്നും ജോസ് കെ മാണിയും. വനമന്ത്രി രാജിവെക്കണമെന്ന് V മുരളീധരൻ പ്രതിഷേധിച്ച് നാട്ടുകാരും താമരശ്ശേരി രൂപതയും. സംസ്ഥാന സർക്കാരിന് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമായില്ല. മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും രാഹുൽ. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു. He is not available, so I am looking forward to calling him and having this conversation with him, because I would also like to apprise him directly of what the people of Wayanad are going through. Thank you. അരുൺ സക്കറിയ വന്നിട്ടും ബേലൂർ മക്കനയെ പിടികൂടാനായില്ല. മയക്കുവെടി വെക്കാൻ ശ്രമം തുടരുന്നു. പാലക്കാട് ധോണിയിൽ പുലി പശുക്കുട്ടിയെ പിടിച്ചു. വീണ്ടും ക്രിമിനൽ പ്രയോഗവുമായി ഗവർണർ. ഇക്കുറി വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ മന്ത്രി ഉപയോഗിച്ചത് ഇല്ലാത്ത അധികാരമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. UDFിന്റെ സ്ഥാനാർത്ഥി കൊല്ലത്ത്. NK പ്രേമേന്ദ്രൻ പ്രഖ്യാപനം. CPMൽ സ്ഥാനാർത്ഥി ചർച്ച തുടരുന്നു. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രചാരണം തുടങ്ങി UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. കമൽനാഥും മകൻ നകുൽനാഥും BJPയിലേക്കോ? നകുൽനാഥ് എക്സ് ബയോയിൽ നിന്നും കോൺഗ്രസിന്റെ പേര് നീക്കി. നവജോത് സിംഗ് സിദ്ധുവും കോൺഗ്രസ് വിടുന്നു. പാർട്ടി വിടുമെന്ന വാർത്ത നിഷേധിച്ച് മനീഷ് തിവാരി. കർഷക സമരം 6ാം ദിവസവും തുടരുന്നു. ഹരിയാനയിൽ ട്രാക്ടർ പരേഡ്. ഇന്ന് വൈകിട്ട് കർഷകരും കേന്ദ്ര സർക്കാരുമായി ചർച്ച. സർക്കാരിന്റെ മുഖാമുഖം പരിപാടി തുടങ്ങി. ആദ്യ പരിപാടി കോഴിക്കോട് അല്പം മുമ്പ് പൂർത്തിയായി. സമൂഹത്തിന്റെ വിവിധ തുറകളുള്ളവരുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. TP വധക്കേസിൽ ഹൈക്കോടതിയിൽ നാളെ നിർണായക വിധി. വിധി പറയുക വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീലുകളിൽ. CPM നേതാവ് P മോഹനെ വിട്ടയച്ചതിനെതിരെ KK രമയും നൽകിയ അപ്പീലിൽ വിധി നാളെ. ഇന്ന് സംഭവബഹുലമായത് വയനാട് തന്നെയാണ്. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തി. നിരവധി സംഘടനകൾ പ്രതിഷേധം നടത്തി. രൂപതകളുടെ ഭാഗത്തു നിന്നും വലിയ സമരങ്ങളുണ്ടായി. പക്ഷേ അപ്പോഴും വനം മന്ത്രിയുടെ മനസ്സിളകിയിട്ടില്ല. വനമന്ത്രിയുടെ വിവാദ പരാമർശം ഇന്നുണ്ടായി. അതിൽ വലിയ വിമർശനം ഉയർന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വയനാട്ടിലേക്ക് നേരിട്ട് പോകേണ്ടതില്ല എന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. ജനക്കൂട്ടത്തോടല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് സംസാരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലത്തെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഇത് അക്രമാസക്തമാകുന്നത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്നും വനമന്ത്രി വ്യക്തമാക്കി. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
10 ദിവസത്തിനിടെ 2 പേർ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി AK ശശീന്ദ്രൻ ജില്ലയിലെത്താത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വിവാദ പ്രസ്താവനയുമായി മന്ത്രി രംഗത്തെത്തിയത്. ജില്ലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ താൻ വയനാട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം ജനക്കൂട്ടത്തോടല്ല തനിക്ക് സംസാരിക്കേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തോടാണ് താൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവികൾ സ്വാഭാവികമായി വനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിന് പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കല്ലല്ലോ. ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാട്. അല്ല, ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമയം? ജനങ്ങളാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷേ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വനമന്ത്രിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ രംഗത്തെത്തി. വനമന്ത്രി ഉടൻ സ്ഥാനം രാജിവെക്കണം. ജില്ലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായി മുഖ്യമന്ത്രി വയനാട്ടിൽ നേരിട്ടെത്തി ജനങ്ങൾക്ക് ആശ്വാസം നൽകണം. വനം മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല. ഇന്നലെ ഒരു സർവകക്ഷി യോഗം നടന്നു. ആ സർവകക്ഷി യോഗത്തിൽ പോകാൻ പോലും വനം മന്ത്രിക്ക് മനസ്സില്ല. ഇങ്ങനൊരു വനം മന്ത്രിയെ എന്താണ് പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തുന്നത്? ജനം മരണവുമായിട്ട് മുഖാമുഖം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖം മിനുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ PR എക്സസൈസിന് 18 ലക്ഷം ചെലവാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് വയനാട്ടിൽ പോവുകയാണ്. തൊട്ടടുത്ത ജില്ലയല്ലേ? വയനാട്ടിൽ പോയി അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കണം. സർക്കാർ എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ച് വിശദീകരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ജനങ്ങളോട് പറയണം. മനുഷ്യജീവന് പന്നിയുടെ വില പോലും നൽകുന്നില്ലെന്നായിരുന്നു ജോസ് കെ മാണി MP പ്രതികരണം. ഈ പറയുന്ന ഈ പ്രതിഷേധവും വിഷമവും പ്രയാസവും അത് സ്പോണ്ടേനിയസ് ആയിട്ട് ജനങ്ങൾ രംഗത്തേക്ക് വരുന്ന അതിനൊന്നും സംശയമില്ല. കാരണം അവിടെ ഈ പറയുന്ന നാട്ടിൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കൊരു സുരക്ഷിതയില്ല എന്ന് വന്നു കഴിയുമ്പോൾ ആ സുരക്ഷിത കൊടുക്കണം, അതിന് സംശയമില്ല. അവിടെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വനമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ രംഗത്തുണ്ട്. 20-ന് മന്ത്രിതല യോഗം വയനാട്ടിൽ ചേരാനിരിക്കെയാണ് മന്ത്രിയുടെ പ്രസ്താവന വിവാദമായി മാറിയിരിക്കുന്നത്. യോഗത്തിനെത്തുന്ന മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. അതായത് വനമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉയരുമ്പോൾ LDFന്റെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ജോസ് കെ മാണിക്ക് അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ ഇല്ല എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് കാട്ടിലുള്ള പന്നികളുടെ വില പോലും ഇല്ലാത്ത നാടാണ് വയനാട്. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്, സംഭവിക്കും. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ വേണ്ടത് എന്ന് അദ്ദേഹവും ന്യൂസ് 8 പറയുകയുണ്ടായി. വനമന്ത്രി രാജിവെക്കണമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങണം. ജനങ്ങളുടെ പ്രതിഷേധം മന്ത്രി കാണുന്നില്ല. മരിച്ചവരുടെ വീട് പോലും സന്ദർശിച്ചില്ലെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ ന്യൂസ് 8 പറഞ്ഞു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ജനത്തോട് എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ പറയാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം നടന്ന മരണത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വയനാട്ടിൽ പോയോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വനം വകുപ്പ് വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പറയുവാനുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടാണ്. അദ്ദേഹത്തിൻ്റെ ആർജവത്വം കാണിക്കേണ്ട ഒരു സമയമാണിത്. ഇത്രമാത്രം കെടുകാര്യസ്ഥത കാണിക്കുന്ന ഒരു വനം വകുപ്പിൽ, ഇത്രമാത്രം കഴിവുകേട് കാണിക്കുന്ന വനം വകുപ്പിൽ ആ വനം വകുപ്പ് മന്ത്രിയെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം. ഉത്തരവാദിത്തോടെ ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള, ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്തിനും സംരക്ഷണം നൽകുവാൻ പര്യാപ്തമായ വിധത്തിൽ കഴിവുള്ള ഒരു വ്യക്തിയെ അവിടെ സ്ഥാപിക്കണം, അവിടെ അവരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ വനം വകുപ്പ് മന്ത്രി, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്ന മന്ത്രി ആ സ്ഥാനം രാജിവെക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഇന്ന് രാഹുൽ മരിച്ച വിവിധ ആളുകളുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. സർക്കാർ ഇടപെടൽ ഫലപ്രദമായിരുന്നുവെങ്കിൽ ഇന്ന് അവലോകന യോഗം ചേരേണ്ടതില്ലായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മുന്നറിയിപ്പ് സംവിധാനം ശക്തമാക്കണമെന്നും ചികിത്സ അടക്കമുള്ള അവയിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നും നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നും
രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചെങ്കിലും സംസാരിക്കാനായില്ലെന്ന് പറഞ്ഞ രാഹുൽ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായും പറഞ്ഞു. We also suggested to look into setting up and testing an early warning system. The medical college, which is a critical issue, and I mentioned to the administration today that I don't understand why it is taking so long to develop and build a medical college here. I think it's important that the government should bear the cost of treatment of the people who have been injured. It is clear that there is a problem here that needs to be looked into. I tried to call the Chief Minister this morning. He is not available, so I'm looking forward to calling him and having this conversation with him, because I would also like to apprise him directly of what the people of Wayanad are going through. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തിയത്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ രാഹുൽ എത്തി. രാഹുലിന്റെ മുന്നിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചു. ये बताने के लिए लोगों ने मुझे बताया कि इस इलाके के तीनों साइड बिना कोई फेंसिंग का खुला जंगल है और वहाँ से जंगली जानवर इस तरफ आते हैं, यहाँ नुकसान करके वापस चले जाते हैं। और तीसरी साइड में एक फेंसिंग है, अधूरा हो रखा है, तो पैसा पूरा पास हो रखे, लेकिन वो ठेकेदार को पैसा नहीं दे रहे, वो काम पूरा नहीं हो रहा है। और आपने देखा है कि यूपी या बिहार में जब नीलगाय बाहर आ जाता है तो आपने बीच में देखा है कि उसको गोली मार कर दफनाया गया, बीच में हुआ था रहते हुए यूपी मैंने देखा है। देखिए यहाँ पर हिरन आता है, हाथी आता है, कुछ नहीं करता। ये कोई लोगों को नुकसान करने वाला चीज को कोई यहाँ प्रॉब्लम नहीं है, सारे सुरक्षा है यहाँ। कोई अभी देखो सर, ये जो हाथी के बारे में जो बता रहे हैं, इसका डाटिंग प्रोसीजर हो रहा है, 8-9 दिन से हो रहा है, लेकिन कोई आप हेली की मदद ले सकते हैं। यहाँ कोई नेता या कोई मंत्री का कोई तकलीफ आ गया, तुरंत हेली आ जाती है। इस मिशन के लिए जंगली इलाके में सबसे अच्छा हेलीकॉप्टर है। हमने देखा है कि नेशनल जियोग्राफी के वाइल्ड चैनल में हमने हमेशा टीवी में देखा है। ये पॉसिबल है और फास्ट है, इतने दिन ड्रामा करने की कोई जरूरत नहीं है। लोगों को जान की कोई परवाह नहीं है, सारी कोई घटना घटिया तुरंत भाग जाते हैं, लोगों को अटेंड नहीं करते। और इस इलाके में जंगली सुअर को मारने के लिए इतनी सारा कानून बना दिया है कि हर इंसान को मारने तो कोई प्रॉब्लम नहीं है, लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल। क्या अपने खेत में आकर के हिरन या खरगोश मर गया, तुरंत अंदर चला गया, वो पूरा परिवार बदल जाता है। हम सरकार को चिट्ठी लिखेंगे, कार्रवाई करवाएंगे और फिर प्रेशर डालेंगे। आपको अब लास्ट में सर एक बात और कानून, आपको पता है कि आप पार्लियामेंट मेंबर है, आपको कानून बदलने का आप प्रोविजन दे सकते हैं, आप बता सकते हैं कि लोगों की हालत है ये, वहाँ के लिए कम से कम इस कानून को बदलना चाहिए। जो इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान के जान को कोई सुरक्षा नहीं है। अब इसके लिए सख्ती से आवाज उठाना है, ये हमारी गाँव लोगों की आवाज है, इस जनता की आवाज है, हमारी और हमारी आने वाले पीढ़ियों का सुरक्षा के लिए। രാഹുൽ ഗാന്ധി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുവെന്ന് അജീഷിന്റെ മകൾ, മരിച്ച അജീഷിന്റെ മകൾ അൽന പറഞ്ഞു. അൽനയുടെ വാക്കുകളിലേക്ക്. മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം എന്നാണ്. അത് മിനിസ്റ്ററായിട്ട് ചോദിച്ചത് നടപ്പാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഠനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും എല്ലാത്തിനുള്ള ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പഠനത്തിൻ്റെ കാര്യം നടപ്പാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ കാര്യം, വീട് റിപ്പയർ ചെയ്യുന്നതും അങ്ങനെ എല്ലാം ആവശ്യങ്ങൾ ചോദിച്ചതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വയനാട് മെഡിക്കൽ കോളേജിൻ്റെ ഫെസിലിറ്റീസ്, ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു MP നേരിട്ട് വന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം. ഈ വയനാട്ടിൽ ആർക്കും ഇങ്ങനെ വരരുത്, ഞങ്ങളെപ്പോലെ ഞാനും എൻ്റെ മോളും കരയുമ്പോൾ ആരും കരയരുത്, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനി നന്നായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാർ വേണം, നന്നായിട്ട് നോക്കുന്ന ഡോക്ടർമാർ കൂടിയാണ്. ആശ്വാസം നൽകും. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കുറുവ ദ്വീപ് ജീവനക്കാരനായ പോളിന്റെ വീട്ടിലും രാഹുൽ ഗാന്ധി എത്തി. കുടുംബവുമായി സംവദിച്ച രാഹുൽ നാട്ടുകാരുടെ പ്രതികരണങ്ങളും ആരാഞ്ഞു. ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും ഇത് മരണമായിട്ട് കുറുവ വനസംരക്ഷണ സമിതി അടച്ചത് യാതൊരുവിധ ഇതുമില്ല. നമ്മൾ പോളിൻ്റെ കുടുംബത്തിനെ വനസംരക്ഷണ സമിതിയും അതുപോലെ പിന്നെ വന ഡിപ്പാർട്ട്മെൻറ്റും ഇതിനു മുമ്പ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പോളിൻ്റെ ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ കുറുവാദ്വീപ് അടച്ച വലിയൊരു വീഴ്ച തന്നെയാണ്. പക്ഷെ അതൊരു കാരണമല്ല.
ഇത് ഉപജീവനം നമുക്കത് ഞങ്ങളുടെ ഇത് വേണം. പക്ഷേ ഇതിന് യാതൊരു ഇതുമില്ല. അതായത് കുർബാദ്വീപും ഇത് എക്കോ ടൂറിസം സെൻ്റർ അടച്ചിടേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ 10-40 കുടുംബമാണ്. അതിൽ തന്നെ മുഴുവൻ ആളുകളും SC/ST കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിനോട് ഇത് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഇത് സംഭവിച്ച കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ഇത് തുറക്കാനുള്ള മുഴുവൻ 4 എക്കോ സെൻ്ററും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇത് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ നിവേദനം രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പോളിൻ്റെ കുടുംബത്തെ നമ്മൾ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വനസംരക്ഷണ സമിതി കാലാകാലങ്ങളായിട്ട് പോളിൻ്റെ കുടുംബത്തെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചാൽ പോലും വനസംരക്ഷണ സമിതി ഇടപെടാറുണ്ട്. ഞങ്ങളിപ്പോൾ വളരെ ദയനീയമാണ്. ഞങ്ങൾക്കൊരു കൃഷി പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഏകദേശം ഒരു 5 ലക്ഷം ഉറുപ്പിയോളം കാട്ടാന മാത്രം കളഞ്ഞതാണ്. ഞാനൊരു പോസ്റ്റൽ ജീവനക്കാരനും കൂടിയാണ്. കൂലിപ്പണിക്കാരനാണ്. പോസ്റ്റൽ തപാലിൽ ഈടിക്കാരനാണ്. എന്നെ കാട്ടാന കൂട്ടി ഇവിടെ ഇട്ടതാണ്. എന്നിട്ട് ആ ഫോറസ്റ്റുകാർ ആകെ കണ്ടത് 1622 രൂപയാണ് അവരാകെ എനിക്ക് വിലയിട്ടത്. ഇന്ന് വരെ ജീവൻ്റെ വിലയിട്ട് അത് ഇന്ന് വരെ വാങ്ങിയിട്ടുമില്ല. 1262 രൂപ. പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ലീവ് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതൊക്കെ പോയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷേ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ ഒരു 6 മണി മുതൽ 6 മണി വരെയെങ്കിലും ഈ റോഡിൽ കൂടെ നടക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. എൻ്റെ ഡ്യൂട്ടി മുഴുവൻ ഈ ഫോറസ്റ്റ് കൊടുത്തില്ല. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നിങ്ങൾക്ക് ആശ്വാസമാകുന്നു? ഒന്നും വേണ്ടത് രാഹുൽ ഗാന്ധി അല്ല, അത് ഒരു നിയമത്തിൻ്റെ ഇതിൽ കിടക്കുകയാണ്. അയാൾക്ക് വന്നു പോകുക എന്നുള്ള ആ ഒരു ഇത് കഴിയുള്ളൂ. കാരണം ഒരു MP നിലയ്ക്ക് അയാൾക്ക് ഒരു പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്തൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഫോറസ്റ്റ് നിയമമാണ്. ഈ റോഡ് വീതി കൂട്ടുമ്പോൾ പറയും ഫോറസ്റ്റുകാർ പറയാം വീതി കൂട്ടണ്ട, അത് ഞങ്ങളതാണെന്ന് പറയും. അപ്പോൾ അവർക്ക് കേന്ദ്ര നിയമവും അത് കഴിഞ്ഞാൽ അവർ ഈ റോഡ് കൂടെ പോകുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അതാണ് ഒരു അവസ്ഥ. മൂടക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലും രാഹുൽ എത്തി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി CV അനുമോദ് ചേരും. അനുമോദ്, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നമുക്കറിയാം, വയനാടിൻ്റെ പ്രത്യേക സാഹചര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ പ്രതിഷേധമുയരുന്ന സാഹചര്യമുണ്ട്. അവിടെ മന്ത്രി പോലും എത്തിയില്ല, വനവകുപ്പ് മന്ത്രി എത്തിയില്ല, സർക്കാർ പ്രതിനിധികൾ ആരും എത്തിയില്ല എന്ന പരാതി അവർക്കുണ്ട്. അവിടെയാണ് രാഹുൽ ഗാന്ധി MP എത്തി എല്ലാ സ്ഥലങ്ങളിലും എത്തി ജനങ്ങളോട് ആശ്വാസവാക്കുകൾ നൽകുന്നത്. അതിന് പ്രാധാന്യമുണ്ട്. അപ്പം രാഹുൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുന്നത് അത് ഫലപ്രദമാകുമെന്ന വിശ്വാസം നാട്ടുകാർക്കുണ്ടാകുന്നുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത്, ഇന്നത്തെ ഒരു സവിശേഷ സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. നമുക്കറിയാം, വയനാട്ടുകാർ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ തോതിൽ വിമർശനവും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദൗത്യത്തിനിടെ അതിനിടവേള കൊടുത്ത് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അത് ഈ ഒരു നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ്. അവരുടെ ജനപ്രതിനിധി അവരുടെ കൂടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഈ പ്രശ്നം കൊണ്ടുവരാനും അതിൽ ഒരു ഇടപെടൽ കൊണ്ടുവരാനും അത്തരത്തിൽ ഈ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ ഒരു സന്ദർശനത്തിന് രാവിലെ അദ്ദേഹം അജീഷിന്റെ വീട്ടിലും അതിനുശേഷം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിൽ, പ്രജീഷിന്റെ വീട്ടിൽ, ഇവിടെയെല്ലാം തന്നെ പോയി അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം അവലോകന യോഗത്തിലെത്തിയത്. ജില്ലാ കളക്ടറും മറ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം നിശ്ചിതമായ വിമർശനമാണ് ആ യോഗത്തിന് ശേഷം സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഒന്ന്, ഈ ഒരു അപകടമുണ്ടായി കോമ്പൻസേഷൻ നൽകുന്നതിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കേണ്ട ഒന്നാണ്. 2, ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഇത് ഈ വയനാട്ടിലൊരു പ്രശ്നം പരിഹരിക്കുന്നതിന് കേരള സർക്കാർ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. മറ്റ് തമിഴ്നാട്, കർണാടക സർക്കാരുകളുടെ ഒരു കോർഡിനേഷൻ ഇതിനാവശ്യമാണ്. അതിന് വേണ്ട നടപടി എടുക്കേണ്ടതുണ്ട്. നാലാമതായിട്ട് വയനാട് മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം കാലങ്ങളായിട്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തയച്ചിട്ട് അദ്ദേഹം പരിഗണിക്കുന്നില്ല, വേണ്ട നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഒരു സംവിധാനം ഒരുക്കുന്നതിൽ ഇത്ര കാലതാമസം? വന്ന് വയനാടൻ മെഡിക്കൽ കോളേജിനെ പറ്റി പറയുന്ന ഒരു തമാശ പോലെ ആകുന്ന അവസ്ഥയാണ്, അത് ദുരവസ്ഥയാണ്. അതിൽ പരിഹാരം വേണമെന്ന് അദ്ദേഹം പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഫോണിൽ ലഭിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ തൃപ്തികരമാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ താനൊരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ സർക്കാർ ഒരു പരാജയമാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനത്തിലൂടെയും അദ്ദേഹത്തിന്റെ ആ വാർത്താ സമ്മേളനത്തിലൂടെയും ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രാധാന്യം തന്നെ ഇതിന് നൽകേണ്ടതുണ്ട്. കാരണം ഇതിന് രാഷ്ട്രീയമായിട്ട് ഏറെ മാനങ്ങളുണ്ട്.
ഒരു ഭാഗത്ത് സർക്കാരിനെതിരായ പ്രതിഷേധം കത്തിജ്വലിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇവിടെ അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇടവേള കൊടുത്ത് ഇവിടെ എത്തി സ്വന്തം മണ്ഡലത്തിലെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തതെന്നത് കോൺഗ്രസ് വലിയ തോതിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുതന്നെയാണെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ ഒരു നാടിന് ആവശ്യമായ സാന്നിധ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ എന്ന് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. ആ പ്രതിഷേധങ്ങളുടെ തുടർച്ച വരും ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ഘട്ടത്തിൽ മന്ത്രിതല ഇടപെടൽ നടക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ടു എന്നത് ഈ നാടിനെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസമാകുന്ന കാര്യം തന്നെയാണ്. രഞ്ജിത്ത്, അതിന് മറ്റൊരു സന്ദേശം കൂടിയുണ്ട് അനുമോദ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം കേരളത്തിലെങ്കിലും ഈ സന്ദർശനം കോൺഗ്രസിന് ഗുണം ചെയ്യും. ഒപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. വയനാടിനെ അങ്ങനെ കരുതുന്നു രാഹുൽ ഗാന്ധി. നേരത്തെ അരുണത് പറഞ്ഞ പോലെ യാത്ര പോലും മാറ്റിവെച്ച് ഇവിടെ രാഹുൽ വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നുണ്ട്. തീർച്ചയായും അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട് ഈ ഒരു സന്ദർശനത്തിന്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട്ടിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യത്തിന് ഇടവേള കൊടുത്ത് ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ മണ്ഡലത്തിൽ UDFനെ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. കേരളത്തിൽ നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്. ഈ നേരത്തെ സമരാഗ്നി ജാഥയിൽ VD സതീശനും KPCC അധ്യക്ഷനും ഒക്കെ ഇവിടെ എത്തി ഈ ഒരു നാട്ടുകാരുടെ പ്രശ്നങ്ങളും മറ്റും കേൾക്കുകയും അതിൽ മുഖ്യമന്ത്രിയും മറ്റും ഇടപെടാത്തതിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് രാഹുൽ ഗാന്ധി വാരണാസിയിൽ നിന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ എത്തി മടങ്ങിപ്പോകുന്നു എന്നുള്ളത്. ഇടതുപക്ഷം ഇതിനെ പ്രതിരോധിക്കാൻ ഏറെ പാടുപെടുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ മേൽക്കൈ നൽകുന്നതാണ്. ഈ ഒരു പ്രശ്നത്തിൽ അവർ സജീവമായിട്ട് ഇടപെടുന്നു, ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് അവർ കൂടെയുണ്ട് എന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതാണ്. അത് കേരളത്തിലാകെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി ദേശീയ നേതാവായിട്ട് പോലും വയനാട്ടിലെ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഓടിയ നടന്ന് ഇവിടേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് മന്ത്രിമാർക്ക് കോഴിക്കോടുള്ള വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് പോലും ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യം അവർ ഉയർത്തുക തന്നെ ചെയ്യും. എന്നാണെങ്കിലും സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സന്ദർശനമെന്ന് നമുക്ക് വിലയിരുത്താം. ശരി, CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി രൂപതയിലെ ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാലിയലിന്റെ നിർദ്ദേശപ്രകാരം കത്തോലിക്ക കോൺഗ്രസിന്റെയും ഇൻഫാമിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രൂപത ആസ്ഥാനമായ താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ നിന്ന് വിശ്വാസികൾ പ്രകടനമായി താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെത്തി. സ്വന്തം ഭൂമിയിൽ ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം സർക്കാരും വനം വകുപ്പും നിഷേധിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും രൂപതാ പ്രതിനിധി പറഞ്ഞു. 88 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായി ജീവൻ നഷ്ടപ്പെട്ടു. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിത നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുള്ളതാണ്. കർഷകൻ വാഴ അത് വളർന്നു വരുമ്പോഴും അതിനെ പരിചരിക്കുവാൻ ആഗ്രഹത്തോടെ അവൻ എന്നും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ വിളവെടുക്കാൻ സമയമായപ്പോൾ ജമ്മി വന്ന് അത് വെട്ടിക്കൊണ്ടുപോകുന്നു. ഈ കാലഘട്ടത്തിൽ ജമ്മിയും കുടിയാനും സമ്പ്രദായമൊന്നും ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ചങ്ങമ്പുഴയുടെ വാഴക്കുല ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. പാവപ്പെട്ട കർഷകൻ രാവും പകലുമില്ലാതെ ചോര നീരാക്കി അധ്വാനിക്കും. എന്നിട്ടോ വിളവെടുക്കാൻ സമയമാവുമ്പോൾ വന്യമൃഗങ്ങൾ അവയെല്ലാം പിഴുതുമാറ്റുന്നു. വയനാട്ടിൽ ആളെ ചവിട്ടിക്കൊന്ന മോഴ ആനയായ ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ശ്രമം 8ാം ദിവസവും തുടരുന്നു. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങിയെന്ന വാർത്തയും പുറത്തുവന്നു. ഐക്കരക്കുടിയിൽ പശുക്കിടാവിനെ കടുവ പിടികൂടിയെങ്കിലും വീട്ടുകാരെ കണ്ടതോടെ സമീപത്തെ തോട്ടിലേക്ക് കയറിപ്പോയി. അതേസമയം പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുക്കും. പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും വാഹനം ആക്രമിച്ചതിനുമാണ് കേസ്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മന്ത്രിമാരുടെ സംഘം ചൊവ്വാഴ്ച വയനാട്ടിലെത്തും. ജിൻസ് വിവരങ്ങൾ പങ്കുവെക്കും. ജിൻസ്, ഇപ്പോഴും വയനാട്ടിൽ വന്യജീവികളുടെ ആക്രമണം തുടരുകയാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഇപ്പോഴും ജനം ഭീതിയിൽ കഴിയേണ്ട ഒരു പശ്ചാത്തലമാണ് അവിടെ. തീർച്ചയായും രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളായി ഈ വന്യമൃഗ ശല്യങ്ങൾ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഈ പുൽപ്പള്ളിയിൽ വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ
എൽദോയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയായിരുന്നു ഈ കടുവ പിടിച്ചത്. ശേഷം ഈ ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഈ കടുവ ഓടി മറിയുകയായിരുന്നു. പിന്നീട് ബഹളം വെച്ചതോടെ ഈ കടുവ തോട്ടത്തിലേക്ക് ഓടി മറിയുകയും ഈ സമീപത്ത് തന്നെയുള്ള ഒരു പ്രദേശവാസി ഈ കടുവയെ നേരിൽ കാണുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ ദേഹാസ്വാസ്ഥ്യം മൂലം അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പശുവിന്റെ ജഡവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് കണ്ടാണ്. എന്തായാലും അതിനുശേഷമാണ് ഇന്നലെ രാത്രിയിലും വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ്. ഇന്നലെ സമരമുഖത്തെല്ലാം നമ്മൾ കണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും അതേ സാഹചര്യത്തിൽ തന്നെ ഈ കർഷകനെ കൊലപ്പെടുത്തിയ ബേലൂർ മക്നയ്ക്കാനുള്ള തിരച്ചിൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതലേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും നടത്തിയ തിരച്ചിൽ വിഫലമായിരുന്നു. വൈകിട്ട് 7:30 വരെ ഈ ദൗത്യസംഘം ആനയെ പിന്തുടർന്നെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിയാതെ വന്നു. ഈ തെരച്ചിലിനിടെ ഒപ്പമുള്ള മോഴയാന തിരിയുമ്പോൾ കുങ്കിയാനകൾക്ക് നേരെയും ഈ ബേലൂർ മക്ന തിരിഞ്ഞു എന്നുള്ളതാണ് ദൗത്യസംഘം ഇന്നലെ പറഞ്ഞത്. എന്തായാലും നിലവിൽ പ്രതിസന്ധിയായിരിക്കുന്നത് ഈ ബേലൂർ മക്നയോടൊപ്പം തന്നെ മറ്റൊരു മോഴയാനയുണ്ട്. ഈ ആനയുടെ സഞ്ചാരപാത ഒരു വിഷയമാണ് പ്രധാനമായും. പിന്നെ ഈ സ്ഥലത്തെ ഭൂവിസ്തീകരണം കയറ്റവും ഇറക്കവുമൊക്കെയാണ് നിലവിൽ ഈ ദൗത്യസംഘത്തിന് പ്രതിസന്ധിയായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ആന ഇന്നലെ ഉണ്ടായിരുന്നത് ഈ തോൽപ്പെട്ടി മേഖലയിലായിരുന്നു. എന്തായാലും പുഞ്ചവയൽ വനമേഖലയിലേക്ക് ഇത് പിന്നീട് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ അരുൺ സക്രിയും അതുപോലെ തന്നെ 25-അംഗ കർണാടക വനപാലക സംഘവും ഈ ദൗത്യ സംഘത്തോടൊപ്പമുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ പിടികൂടാനുള്ള ഒരു നീക്കം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഈ അജീഷിനെ കൊലപ്പെടുത്തിയിട്ടും ഇത്ര നാളായിട്ടും ഈ കാട്ടാനയെ പിടികൂടാത്തതിൽ വലിയ ജനരോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. രഞ്ജിത്ത്, ശരി, മറ്റു വാർത്തകളിലേക്ക് പോകണം. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ തർക്കത്തിൽ വാക്പോര് തുടർന്ന് ഗവർണറും മന്ത്രി ആർ ബിന്ദുവും. യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുത്തത് നിയമപരമാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഗവർണർ പഠിക്കണം. താൻ നിയമം ലംഘിച്ചെങ്കിൽ ഗവർണർ കോടതിയിൽ പോകാമെന്നും ആർ ബിന്ദു പറഞ്ഞു. അത് സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോ ചാൻസലർ എന്തായാലും പ്രോട്ടോകോൾ അനുസരിച്ച് വൈസ് ചാൻസലറേക്കാൾ മുകളിലാണല്ലോ. ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാമല്ലോ. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആരെക്കാളും അങ്ങനെ എന്താ പറയുക, ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി എന്ന് വിധിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമുക്ക് കേരളത്തിൽ പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ക്രിമിനൽ പ്രയോഗവുമായാണ് ഗവർണർ ഇതിനോട് പ്രതികരിച്ചത്. മന്ത്രി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു. ചാൻസലറോ ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളോ ആവണം സെനറ്റിൽ അധ്യക്ഷത വഹിക്കേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be Education Minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. അതിനിടെ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ രാജ്ഭവനിലെത്തി വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇത് ഇപ്പോൾ ക്രിമിനൽ പ്രയോഗം ഗവർണർ നടത്തുന്നത് ആദ്യമായല്ല. അത്രത്തോളം ഈ വിഷയത്തിൽ നിയമലംഘനമുണ്ട് എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കാണാം. എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഒപ്പം ഇതിൻ്റെ നിയമവശങ്ങൾ? സെനറ്റ് യോഗത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ പ്രോ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഗവർണറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള
വാക്പോരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള നിയമലംഘനവും നടന്നിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടും അതോടൊപ്പം തന്നെ ആക്ടും അനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ പ്രോ വൈസ് ചാൻസലർ ആ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ്. പക്ഷേ ഗവർണർ അതിനെ നിശിതമായി തന്നെ വിമർശിക്കുന്നു. മന്ത്രിയല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ചാൻസലറാണ്, അല്ലെങ്കിൽ ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളാണ് സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം ക്രിമിനൽ എന്ന് മന്ത്രി ആർ ബിന്ദുവിനെ നേരിട്ട് രൂക്ഷമായി വിമർശിക്കുന്നതിനിടയിൽ ക്രിമിനൽ എന്ന പദം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് മന്ത്രിക്കിടയിൽ. ആ വിമർശനങ്ങൾ തുടരുന്നതിനിടയിലാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലും അതോടൊപ്പം ഗവർണർ നോമിനേറ്റ് ചെയ്ത മറ്റ് അംഗങ്ങളും രാജ്ഭവനിലെത്തി കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ഈ സാഹചര്യം അസാധാരണമാണല്ലോ. കാരണം ഈ ഗവർണർ നോമിനേറ്റ് ചെയ്തവരും വൈസ് ചാൻസലറും അടക്കം ഇവിടെ എത്തുക. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മന്ത്രി ബിന്ദു അവിടെ വൈസ് ചാൻസലർക്ക് പകരം അധ്യക്ഷത വഹിക്കുന്ന സാഹചര്യമുണ്ടായി. കുന്നുമേലുമായി തർക്കമുണ്ടായി എന്ന വാർത്തകളടക്കം പുറത്തു വന്നു. ഈ അസാധാരണ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഈ കൂടിക്കാഴ്ച? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. അവിടെ കൃത്യമായി വൈസ് ചാൻസലറും അതോടൊപ്പം തന്നെ മറ്റ് അംഗങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത മറ്റംഗങ്ങളും കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗത്തിനിടെ ഉണ്ടായ സംഭവങ്ങൾ കൃത്യമായി ഗവർണറെ ധരിപ്പിക്കും. അതിനുശേഷം ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനമെടുത്തേക്കും. അത് ഏത് തരത്തിലായിരിക്കും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന കാത്തിരുന്നതിനെ കാണാം. എന്തായാലും മാധ്യമങ്ങളോട് ഇവിടെ തിരികെ എത്തിയ ശേഷം, അതായത് രാജ്ഭവനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവിടെ എത്തി പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രതികരണത്തിൽ എന്താകും ആ കൂടിക്കാഴ്ചയിലുണ്ടായ തീരുമാനം എന്നതിനെ സംബന്ധിച്ച വ്യക്തമായൊരു ചിത്രം ലഭ്യമാക്കും. ഏതായാലും ഇപ്പോൾ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഗവർണറെ കാണാനായി ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളും ഒപ്പം വൈസ് ചാൻസലറും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഡാൻ കുര്യൻ പങ്കുവെക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ക്രിമിനൽ പ്രയോഗം നടത്തി എന്നുള്ളതാണ് ഗവർണറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആദ്യമായാൽ അദ്ദേഹം നിരവധി തവണ ഇത്തരത്തിൽ ക്രിമിനൽസുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് മികച്ച വിജയപ്രതീക്ഷയെന്നാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. കേരളത്തിലെ അഴിമതി ഭരണത്തിനെതിരെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുമാകും പോരാട്ടമെന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് ഒപ്പം തീരുകയാണ്. കേരള കോൺഗ്രസിനെ എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് വലിയ ദൗത്യം. പ്രത്യേകിച്ച് എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യമൊന്നുമല്ല. അതൊക്കെ ഞങ്ങൾ UDF ജയിച്ചിരിക്കും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഇത് കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണമോ, മതേതരത്വം നിലനിൽക്കണമോ, ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമോ, മാധ്യമങ്ങൾ സ്വതന്ത്രമായി ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ അഴിമതി നിറഞ്ഞ ഭരണം, അതിനെതിരെയുള്ള വലിയൊരു വിധി തീർപ്പ്, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതിനൊന്നും മുന്നണി വിട്ടുപോയി, മുന്നണിയെ ചതിച്ചുപോയി എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ തീരുമാനമെടുക്കും. മുന്നണി വിട്ടുപോയതിന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും. ഐക്യജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ വിജയിപ്പിക്കും. പുറത്തുള്ള പ്രചരണം, പുറത്തു നിന്ന് വന്ന സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പ്രചരണം പറയുമ്പോൾ അതിൻ്റെ തൊട്ട് വലതുവശത്തിരിക്കുന്ന ആരാണ്? ശ്രീ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ്? അദ്ദേഹം പാല ചക്കാമ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആ വാദഗതിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയോ എറണാകുളമോ ജില്ലകളെന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നതാണ്. കോട്ടയമാണ് പേരന്റ് ജില്ല, മാതൃജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. അതല്ലെങ്കിലും നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പുകൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം. അതൊക്കെ വെറും അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ. അവർക്ക് ഒരു വിഷയവും കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പറയാനില്ല. അതുകൊണ്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കേരളത്തിൽ കഴിഞ്ഞ 2.5 വർഷക്കാലം അധികാരത്തിലിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കോട്ടയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി ആരംഭം കുറിച്ച സയൻസ് സിറ്റി പോലും എങ്ങുമെത്താതെ കിടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും എന്തായാലും കോട്ടയം. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് വരും. അതോടൊപ്പം തന്നെ ആസ്പദമായിട്ടുള്ള ഫൈറ്റ് കൂടിയായിരുന്നു. റബ്ബറൊക്കെ വലിയ പ്രശ്നം. തീർച്ചയായിട്ടും റബ്ബർ, അതുപോലെ തന്നെ മൊത്തം കാർഷിക മേഖലയുടെ പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രചരണം നടത്തുക. UDFിലേക്ക് തന്നെ UDFിന്റെ കോട്ട തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും 100% തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച് UDFിന് വേണ്ടി കോട്ടയം മണ്ഡലം തിരിച്ചു പിടിച്ചു. പല സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അത് വെറും തെറ്റിദ്ധാരണ. അങ്ങനെയില്ല. ഞാൻ പറയട്ടെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. എന്തായാലും ആശംസകൾ ഫ്രാൻസിസ് ജോർജ്. ശക്തമായ പോരാട്ടത്തിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും, കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പങ്കുവെക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണത്തിലേക്ക് 2 സ്ഥാനാർത്ഥികളും കടന്നു എന്നുള്ളതും കോട്ടയത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷമാണ്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാകട്ടെ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് തേടി. മോൻസ് ജോസഫ് ഉൾപ്പെടെ പാർട്ടിയിലെയും UDFിലെയും നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. നേതാക്കൾ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനതയാണ്. ഈ ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ, ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്ത് പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കരുത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ ഈ പ്രവർത്തനം അതിന് തുടക്കം കുറിക്കുക. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഫ്രാൻസിസ് ജോർജിനെ സ്വീകരിച്ചു. UDFിന്റെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് സാറ് എനിക്കറിയാവുന്ന പോലെ പരിചയസമ്പന്നത ഉള്ള ഒരു നേതാവ്, MP ആയിട്ട് തിളങ്ങിയ നേതാവാണ്. ഞായറാഴ്ച ആയതിനാൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനായിരുന്നു LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ ശ്രമം. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിലും ചാഴികാടൻ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ത്രികോണപ്പോരിന്റെ കരുത്തിലേക്ക് ഇതോടെ കോട്ടയം മാറുകയാണ്. ന്യൂസ് 18 കോട്ടയം. CPMന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏതാണ്ടൊരു ധാരണയായിട്ടുണ്ട്. 12 സീറ്റുകളിലാണ് ഇപ്പോൾ ഏതാണ്ടൊരു ധാരണ. പക്ഷേ ഒരുപക്ഷെ അതിൽ മാറ്റമുണ്ടായേക്കാം. എറണാകുളം, മലപ്പുറം, പൊന്നാനി സീറ്റുകളുടെ ചിത്രം അറിയേണ്ടതുണ്ട്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 1 മന്ത്രിയും 3 MLAമാരും 3 ജില്ലാ സെക്രട്ടറിമാരുമാണ് പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയിൽ CPM തയ്യാറാക്കിയിരിക്കുന്നത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെയും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും 1 മന്ത്രിയെയും 3 MLAമാരെയും കളത്തിലിറക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാന പോരാട്ടത്തിൽ പരമാവധി നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ പട്ടികയാണ് ഇപ്പോൾ CPMന്റെ അന്തിമ രൂപീകരണത്തിലുള്ളത്. അതിൽ തന്നെ 3 മണ്ഡലങ്ങൾ ഒഴികെ പൊന്നാനിയും മലപ്പുറവും എറണാകുളവും ഒഴികെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എറണാകുളത്തും മലപ്പുറത്തും ജയസാധ്യത കൂടുതലുള്ള പൊതുസമ്മതരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നേയുള്ളൂ. അതിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ CPM സംസ്ഥാന സെക്രട്ടറിയുമായ A വിജയരാഘവൻ പാലക്കാട് നിന്ന് മത്സരരംഗത്തിറങ്ങുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം കോഴിക്കോടും KK ശൈലജ നിലവിലെ മട്ടന്നൂർ MLA ആണ്. അവർ വടകരയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മന്ത്രി A രാധാകൃഷ്ണൻ, അദ്ദേഹം ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹത്തിലൂടെ ആലത്തൂര് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു നിർണായക നീക്കമാണ് CPM നടത്തുന്നത്. CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയെ ആറ്റിങ്ങലിൽ മത്സരരംഗത്തിറക്കി അടൂർ പ്രകാശിന് കടുത്ത മത്സരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ജോയ്സ് ജോർജും ആലപ്പുഴയിൽ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് മറികടന്ന് AM ആരിഫും, അതോടൊപ്പം തന്നെ കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ നേരിടുന്നതിന് വേണ്ടി സിറ്റിംഗ് MLA ആയ മുകേഷിനെയും കളത്തിലിറക്കാനാണ് CPMന്റെ നിർണായകമായ നീക്കം. 21-ന് ചേരുന്ന സംസ്ഥാന സമിതിയിലായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുക. 27-ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ് കേരളം. ഏതായാലും ശക്തമായ സ്ഥാനാർത്ഥികളെ ഇരു മുന്നണികളെയും രംഗത്തിറക്കി പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള ശ്രമത്തിലുമാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകണം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട സർക്കാരും CPM നേതാവ് P മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ KK രമയും നൽകിയ അപ്പീലുകളിലാണ് വിധി. ജസ്റ്റിസ് AK ജയശങ്കർ
നമ്പ്യാർ, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഠിക്കാനും ജോലിക്കായും വിദേശത്ത് പോയവരെ തിരികെ എത്തിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി പദ്ധതി നടപ്പിലാക്കും. ഭാവി മുന്നിൽ കണ്ടാണ് സർക്കാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവ ആരംഭിച്ചതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് ഒരുക്കിയ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പായ് സോറൻ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. പിണങ്ങി നിൽക്കുന്ന കോൺഗ്രസ് MLA-മാരുടെ വിഷയവും ചർച്ചയിൽ പരാമർശിക്കും. മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ചമ്പായ് സോറൻ ഡൽഹിയിലെത്തുന്നത്. കമൽനാഥ് BJP-യിൽ ചേരുമോ എന്ന് ഇന്നറിയാം. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് സമൂഹമാധ്യമമായ എക്സിലെ ബയോയിൽ നിന്ന് കോൺഗ്രസിന്റെ പേര് നീക്കിയതാണ് അഭ്യൂഹം ശക്തമാകാൻ കാരണം. കമൽനാഥിന്റെ വിശ്വസ്തനായ സജ്ജൻ സിംഗ് വർമ്മയും ഡൽഹിയിലെത്തി. ഇതിന് പിന്നാലെയാണ് നവജോത് സിംഗ് സിദ്ധുവും കോൺഗ്രസ് വിടുന്നു എന്ന അഭ്യൂഹം ശക്തമായിട്ടുള്ളത്. അതേസമയം കോൺഗ്രസ് വിടുന്നു എന്ന വാർത്ത മനീഷ് തിവാരിയുടെ ഓഫീസ് നിഷേധിച്ചു. അശ്വിനി വിവരങ്ങൾ പങ്കുവെക്കും. അശ്വിനി, ഈ കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം കമൽനാഥിന്റെ കാര്യം കുറച്ചു നാളായി അന്തരീക്ഷത്തിലുണ്ട്. ഇന്ന് സിദ്ധു ഏതാണ്ട് ആ തരത്തിൽ തീരുമാനമെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പുറകെയാണ് മനീഷ് തിവാരി. എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമൽനാഥ് കോൺഗ്രസ് വിടുന്നു എന്നുള്ള അഭ്യൂഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമായിരുന്നു. പ്രത്യേകിച്ച് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവയിൽ കമൽനാഥ് പരിഗണിക്കപ്പെടാതിരുന്നൊരു സാഹചര്യത്തിൽ ഇത് ശക്തമാവുകയും ചെയ്തിരുന്നു. കാരണം കമൽനാഥിന് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് നൽകാതിരുന്നു. ഇതിന് പിന്നാലെ അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായിട്ട് കമൽനാഥ് ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച അടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും ഫലം കണ്ടില്ല. പകരം സോണിയാഗാന്ധിക്ക് ആ സീറ്റ് നൽകി. അതുപോലെ തന്നെ ഹണ്ടോറെ അടക്കമുള്ളവരെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് കൈക്കൊണ്ടത്. കമൽനാഥിനെ കൈയൊഴിഞ്ഞു എന്ന് തന്നെ പറയുന്നതിൽ നമുക്ക് തെറ്റില്ല. പക്ഷേ ഇതിനെല്ലാം പിന്നാലെ കമൽനാഥ് BJP-യിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം ശക്തമായി. പ്രത്യേകിച്ച് കമൽനാഥിനൊപ്പം മകൻ നകുൽനാഥ് MP-യാണ്, ലോക്സഭ MP-യാണ് ചിന്ദ്വാരയിൽ നിന്നുള്ള. അദ്ദേഹവും അതുപോലൊപ്പം തന്നെ 12 MLA-മാരും കമൽനാഥിനൊപ്പം BJP-യിലേക്ക് എത്തുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. ഈ അഭ്യൂഹം ശക്തമാക്കുന്ന തരത്തിൽ നകുൽനാഥ് തന്റെ എക്സിലെ ബയോയിൽ നിന്ന് കോൺഗ്രസിന്റെ പേരടക്കം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കമൽനാഥിന്റെ വിശ്വസ്തൻ കമൽനാഥ് ഇന്നലെ ഡൽഹിക്ക് എത്തിയതിന് പിന്നാലെ ഇന്ന് ഡൽഹിയിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ളൊരു വാർത്ത ശക്തമാകുന്നതിന് ഇടയാക്കി. പക്ഷേ എന്നാൽ ഇന്ന് കമൽനാഥ് വീണ്ടും ഡൽഹിയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് മടങ്ങാൻ ഇറങ്ങവേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും താൻ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് BJP-യുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നേരിട്ട് അറിയിക്കും, അതായത് മാധ്യമപ്രവർത്തകരോട് പറയും എന്നുള്ള തരത്തിലാണ് കമൽനാഥ് പ്രതികരിച്ചത്. നവജോത് സിംഗ് സിദ്ധുവും ഇത്തരത്തിൽ വീണ്ടും BJP-യിലേക്ക് മടങ്ങുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അത് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം മാത്രമായിരുന്നു. MSP അടക്കമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഇതിനുശേഷം അതുപോലെ തന്നെ മനീഷ് തിവാരിയുടെ പേരും, അദ്ദേഹവും പഞ്ചാബിൽ നിന്നുള്ളൊരു ലോക്സഭ MP-യാണ്. അദ്ദേഹവും ഇതുപോലെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് അദ്ദേഹത്തിന്റെ ഓഫീസ് ഈ ഒരു ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഓഫീസ് അതിൽ വ്യക്തത വരുത്തുകയുണ്ടായി. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പ്രതികരണങ്ങളെല്ലാം നോക്കുമ്പോൾ ഇത്തരത്തിൽ നിലവിലെ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വെറും അഭ്യൂഹങ്ങളാക്കി മാത്രം നമുക്ക് കണക്കാക്കേണ്ടി വരും. അതേസമയം കമൽനാഥിന്റെ ഒരു മാറ്റം, അതിനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ്. അതായത് BJP-യിലേക്ക് ഇല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. BJP-യുമായി തൽക്കാലം അല്ലെങ്കിൽ താൻ ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്നത് മാത്രമാണ് കമൽനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി, അതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് ഒന്ന് പോകണം. കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൽ യാതൊരു ഇടപാടുകളും ഇല്ലാത്ത CPM പ്രവർത്തകനായ കർഷകന്റെ പേരിൽ LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 14 ലക്ഷം രൂപ വായ്പയെടുത്തതായി വ്യാജരേഖ. പണമടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് റിക്കവറി നോട്ടീസ് വന്നതോടെയാണ് പരാതിയുമായി കർഷകൻ രംഗത്ത് വന്നത്. സ്റ്റാലിൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. ഇടുക്കി ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയും പലിശയും ചേർത്ത്
14 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചത്. 2017 നവംബർ 29 ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,07,096 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. അന്നേ ദിവസം തന്നെ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയിൽ നിന്ന് 2,42,365 രൂപ മറ്റൊരു വായ്പ എടുത്തിട്ടുള്ളതായും ഇതിൽ 1,70,700 രൂപ പലിശയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്ന മറ്റൊരു നോട്ടീസും ശശി പാപ്പന് ലഭിച്ചു. 2023 ഒക്ടോബറിലാണ് നോട്ടീസ് ലഭിച്ചത്. പിന്നീട് പലതവണ ബാങ്കിലെത്തി ഇക്കാര്യം അറിയിച്ചു. എന്നാൽ പലതവണ കയറിയിറങ്ങിയിട്ടും ബാങ്ക് അധികൃതർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പരാതി. എൻ്റെ അറിവനുസരിച്ച് ഇന്ന് വരെ ഞാൻ കനകക്കുന്ന പോയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് ആളുകൾ പറയുന്നത് കനകക്കുന്ന ബാങ്ക് തുടങ്ങിയിട്ട് 7 വർഷമായില്ലെന്നാണ് പറഞ്ഞു. ഈ 7 വർഷം ആയാണ് എൻ്റെ നോട്ടീസിൽ കണ്ടിരിക്കുന്നത്. 7 വർഷം മുമ്പെടുത്തതായിട്ടാണ്. ഇങ്ങനെ ഇത്രയും ഈ 14 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടിവെച്ചു. ഞാൻ CPM-ന്റെ പ്രവർത്തകനും ബാങ്ക് മെമ്പറുമായിരുന്നു. ഇവിടെ ഭരണം നടത്തുന്ന CPM-ന്റെ ആളുകളാണ് ഇവിടുത്തെ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ഭരണസമിതി അംഗങ്ങളും. അവരെ എനിക്ക് നേരെ ക്രൂരമായ രീതിയിൽ ഒരു വഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഞാനിത് പ്രതികരിക്കുന്നു. 35 വർഷമായി ബാങ്കുമായി ഒരു ഇടപാടുമില്ലാതെ നിൽക്കുന്ന തനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശി പാപ്പൻ വ്യക്തമാക്കി. വ്യാജ വായ്പയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകണമെന്നും തന്റെ പേരിലുള്ള നോട്ടീസ് പിൻവലിച്ച് ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശശി പാപ്പൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം സിറോ മലബാർ പള്ളിയിൽ സംഘർഷം. പറവൂർ കോട്ടയ്ക്കാവ് ബാർത്തോമ പള്ളിയിലെ കുർബാന തർക്കത്തിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഏകീകൃത കുർബാന മതിയെന്ന് ഒരു കൂട്ടം വിശ്വാസികൾ പറഞ്ഞു. സഭ അസാധുവാക്കിയ ജനാഭിമുഖ കുർബാന അനുവദിക്കില്ലെന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസിന്റെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ ഒരു ബഹളത്തിന്റെ അന്തരീക്ഷത്തിലോ വിശുദ്ധ ബലി അർപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വടക്കൻ പറവൂർ തോട്ടക്കാവ് മാർത്തോമ സിറോ മലബാർ പള്ളിയിലാണ് ഇന്ന് രാവിലെ വലിയ സംഘർഷമുണ്ടായത്. സിറോ മലബാർ സഭ അസാധുവാക്കിയ ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ വികാരി ജോസ് പുതിയടത്തിനെതിരെയാണ് വിശ്വാസികളുടെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ടായത്. പള്ളിയിൽ കുറച്ചു നാളുകളിലായി ജനാഭിമുഖ കുർബാനയാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. വിശ്വാസികൾ 2 ചേരികളിലായി തിരിഞ്ഞു നിന്ന് ആയിരുന്നു ഈ ഒരു സംഘർഷം. ഞങ്ങളിപ്പോ ഈ കണ്ടി തെണ്ടി തിരിഞ്ഞ് പല പള്ളിയിൽ നടക്കണം. എന്ത് കാര്യം ഞങ്ങൾക്ക്? ഞങ്ങളുടെ പുറവാര പള്ളി ഇതാണ്. ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കേണ്ട ഇവിടെയാണ്. ആ കുർബാന അച്ഛൻ ഞങ്ങൾക്ക് തന്നെ. അത് ഞങ്ങൾ ഔദാര്യമായിട്ട് തന്നെ. അച്ഛന്റെ ഔദാര്യമല്ല, അച്ഛൻ സഭയുടെ കൂടെയാണോ സഭയ്ക്ക് എതിരാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. അച്ഛൻ സഭയുടെ കൂടെ ആണെങ്കിലുണ്ടല്ലോ അച്ഛൻ കുർബാന കുർബാന ഏകീകൃത കുർബാന മതിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിശ്വാസികൾ. പ്രതിഷേധം ശക്തമായതോടെ വികാരി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. മാർപ്പാപ്പയെ അനുസരിച്ചില്ലെങ്കിൽ വികാരി പുറത്തു പോകണമെന്നും സഭ അസാധുവാക്കിയ ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്നും വിശ്വാസികൾ പറയുകയും ചെയ്തു. തർക്കം പരിഹാരമാകാത്തതോടെ കുർബാന നിർത്തിവെച്ചതായി വികാരി അറിയിക്കുകയും ചെയ്തു. എന്തായാലും പുതിയ അധ്യക്ഷനെത്തിയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം തുടരുന്നത് വിശ്വാസികൾക്കിടയിൽ വലിയൊരു ആശങ്കയാണ് ഇപ്പോഴും സൃഷ്ടിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിക്കുന്ന 2ാമത് ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായി കൊല്ലം പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ സ്പോൺസർമാരായ ട്രാവൻകൂർ മെഡിസിറ്റി പ്രതിനിധി ജോണാണ് ജേഴ്സി പ്രകാശനം ചെയ്തത്. പ്രസ് ക്ലബ് ടീം ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ചേർന്ന് ഏറ്റുവാങ്ങി. ക്ലബ് പ്രസിഡന്റ് ബിജു, സെക്രട്ടറി സനൽ ഡി പ്രേം, ട്രാവൻകൂർ മെഡിസിറ്റി PRO അഖിൽ, ക്ലബ് ഭാരവാഹികൾ, ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൊല്ലം ചിറക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന വിരണ്ടോടി. ശാന്തനായിരുന്ന ആനയെ നാട്ടുകാരിൽ ഒരാൾ പ്രകോപിപ്പിച്ചതാണ് ഇടയാൻ കാരണം. ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഉത്സവ പറമ്പുകളിലും ജനം കൂടുന്ന സ്ഥലങ്ങളിലും ആളുകൾ ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടതിന്റെ ആവശ്യകത കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യം.
ഒക്കത്തിരുത്തി കാഴ്ച കാണുന്നവര് അതിലെങ്കിലും അവരവരുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സുകൾ, മൊബൈൽ ഫോണുകൾ, ചാവികൾ അതൊക്കെ ഭദ്രമായി സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഒക്കത്തിരുത്തി കാഴ്ച കാണുന്നവര് അതിലെങ്കിലും അവരവരുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സുകൾ, മൊബൈൽ ഫോണുകൾ, ചാവികൾ അതൊക്കെ ഭദ്രമായി സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക. മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ മാനസിക വിഭ്രാന്തിയുള്ള യുവാവിന്റെ പരാക്രമം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ തിരുവാഭരണവും മറ്റും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ശ്രീകോവിലിലേക്ക് ഉള്ളിലെ വിളക്കിലെ എണ്ണ ദേഹത്തൊഴുകുകയും പുറത്തിറങ്ങാൻ കൂട്ടാതെ കുത്തിയിരിക്കുകയും ചെയ്തു. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം ശ്രീകോവിലിൽ നിന്ന് പുറത്തിറക്കി ക്ഷേത്രം സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തി വാഹനത്തിൽ കയറ്റി. മാനസിക വിഭ്രാന്തിയുള്ള ഈ യുവാവ് പെരിന്തൽമണ്ണയിൽ 2022 നവംബറിൽ ബസ്സിന് മുന്നിൽ ചാടി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. SNDP യോഗം ഭാരവാഹികൾക്ക് അയോഗ്യതയില്ല. SNDPയുടെ വാർഷിക റിട്ടേണുകളും ഫയലുകളും കൃത്യമാണെന്ന് രജിസ്ട്രേഷൻ IG റിപ്പോർട്ട് നൽകി. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള SNDP ഭാരവാഹികളെ അയോഗ്യരാക്കണമെന്ന് കാട്ടി പ്രൊഫസർ MK സാനുവാണ് പരാതി നൽകിയത്. പരാതിയിന്മേൽ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതിയാണ് രജിസ്ട്രേഷൻ IGക്ക് നിർദ്ദേശം നൽകിയത്. പ്രൊഫസർ MK സാനുവിനെ ചിലർ കരുവാക്കുകയായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. പകൽ വാർത്ത ഇതോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട നേതാക്കന്മാർ നിരവധിയുണ്ട്. എന്നാൽ തന്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കിയിട്ടും സ്വതന്ത്രരുടെ ഒരു നിരയെ മത്സരരംഗത്തിറക്കി തന്റെ സാന്നിധ്യവും ശക്തിയും പ്രകടിപ്പിച്ച നേതാവാണ് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ഇന്ന് ലോകമാകെ ചർച്ചകളിൽ നിറയുന്നത് രാഷ്ട്രീയത്തിൽ പയറ്റുന്ന പുത്തൻ അടവുകളുടെ പേരിലാണ്. ഒക്ടോബർ 5 ലാഹോറിലാണ് ഇമ്രാൻഖാൻ ജനിച്ചത്. 1992 പാകിസ്ഥാൻ ദേശീയ ടീമിനെ ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് തോന്നിയ ആരാധന മാത്രമല്ല ഇമ്രാനെ ഒരു ജനനേതാവായി ഉയർത്തിയത്. മറിച്ച് രാഷ്ട്രീയത്തിലെ നവീകരണവാദിയും രാജ്യത്തെ അഴിമതി ഇല്ലാതാക്കാൻ പൊരുതുന്ന പോരാളിയുമായാണ് അനുയായികൾ അദ്ദേഹത്തെ കാണുന്നത്. ലാഹോറിലെ ഒരു സമ്പന്നമായ പഷ്തൂൺ കുടുംബത്തിലാണ് ഇമ്രാൻഖാൻ ജനിച്ചത്. പാകിസ്ഥാനിലെയും ബ്രിട്ടനിലെയും മുന്തിയ സ്കൂളുകളിലും കോളേജുകളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിനിടെ എപ്പോഴോ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ക്രിക്കറ്റ് ഒരു ആവേശമായി മാറി. പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റന്മാരായി സേവനമനുഷ്ഠിച്ച ജാവേദ് ബുർഖി, മജീദ് ഖാൻ എന്നീ 2 മൂത്ത കസിൻസ് ഉൾപ്പെടെ നിരവധി പ്രഗത്ഭരായ ക്രിക്കറ്റ് കളിക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇമ്രാൻഖാൻ തന്റെ കൗമാരത്തിൽ പാകിസ്ഥാനിലും ബ്രിട്ടനിലും ക്രിക്കറ്റ് കളിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം എന്നിവ പഠിക്കുമ്പോൾ കളി തുടർന്നു. 1971 പാകിസ്ഥാൻ ദേശീയ ടീമിനായി ഇമ്രാൻഖാൻ തന്റെ ആദ്യ മത്സരം കളിച്ചു. എന്നാൽ 1976 ഓക്സ്ഫോർഡിൽ നിന്ന് ബിരുദം നേടുന്നതുവരെ ടീമിൽ സ്ഥിരമായി സ്ഥാനം നേടിയില്ല. 1980കളുടെ തുടക്കത്തിൽ ഖാൻ ഒരു അസാമാന്യ ബൗളറും ഓൾറൗണ്ടറും എന്ന നിലയിൽ ശ്രദ്ധേയനായി. 1982 പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഖാന്റെ അത്ലറ്റിക് കഴിവും ഗ്ലാമറും അദ്ദേഹത്തെ പാകിസ്ഥാനിലും ഇംഗ്ലണ്ടിലും ഒരു സെലിബ്രിറ്റിയാക്കി മാറ്റി. 1992 ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ടീം അതിന്റെ ആദ്യ ലോകകപ്പ് കിരീടം ചൂടിയപ്പോൾ പാകിസ്ഥാനികളുടെ മനസ്സിൽ വീരപരിവേഷം ഇമ്രാൻ ലഭിച്ചു. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളെന്ന ഖ്യാതി നേടി അതേ വർഷം തന്നെ അദ്ദേഹം വിരമിച്ചു. 1992 ശേഷം ഇമ്രാൻഖാൻ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ആത്മീയതയിലും കൂടുതൽ ശ്രദ്ധ നൽകാൻ തുടങ്ങി.
സൂഫി മിസ്റ്റിസിസം സ്വീകരിച്ച ഇമ്രാൻഖാൻ തന്റെ മുൻകാല പ്ലേ ബോയ് പ്രതിച്ഛായ ഇല്ലാതാക്കുകയും ചെയ്തു. തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നിൽ 1994 ലാഹോറിലെ ഒരു പ്രത്യേക ക്യാൻസർ ആശുപത്രിയായ ഷൗക്കത്ത് ഖാനം മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ പ്രാഥമിക ധനശേഖരണത്തിനായി ഖാൻ പ്രവർത്തിച്ചു. 1985 ക്യാൻസർ ബാധിച്ച് മരിച്ച ഖാന്റെ അമ്മയുടെ പേരാണ് ആശുപത്രിക്ക് നൽകിയത്. ഇതോടൊപ്പം തന്നെ ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കടുത്ത വിമർശകനായി. 1996 അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് അഥവാ പാകിസ്ഥാൻ ജസ്റ്റിസ് മൂവ്മെന്റ് PTI സ്ഥാപിച്ചു. അടുത്ത വർഷം നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിച്ച പാർട്ടിക്ക് 1% താഴെ മാത്രം വോട്ടുകളാണ് ലഭിച്ചത്. സീറ്റുകളൊന്നും നേടാനും കഴിഞ്ഞില്ല. പക്ഷേ 2002 തെരഞ്ഞെടുപ്പിൽ പാർട്ടി നില അല്പം മെച്ചപ്പെടുത്തി. ഇമ്രാൻഖാൻ ഒരു സീറ്റിൽ വിജയിച്ചു. 2007 ഒക്ടോബറിൽ ദേശീയ അസംബ്ലിയിൽ നിന്ന് രാജിവെച്ച ഒരു കൂട്ടം രാഷ്ട്രീയക്കാരിൽ ഖാനും ഉൾപ്പെടുന്നു. നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മുഷറഫിനെ വിമർശിച്ചതിന്റെ പേരിൽ ഇമ്രാൻഖാൻ കുറച്ചുകാലം തടവിലുമായി. ഡിസംബർ പകുതിയോടെ അവസാനിച്ച അടിയന്തരാവസ്ഥയെ PTI അപലപിക്കുകയും മുഷറഫിന്റെ ഭരണത്തിൽ പ്രതിഷേധിച്ച് 2008 ദേശീയ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ അഴിമതിയെയും സാമ്പത്തിക അസമത്വത്തെയും കുറിച്ചുള്ള തന്റെ വിമർശനം അദ്ദേഹം തുടർന്നു. അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള തീവ്രവാദികളോട് പോരാടുന്നതിന് അമേരിക്കയുമായുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സഹകരണത്തെ എതിർത്തു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക രംഗം പശ്ചാത്തലവൽക്കരിക്കപ്പെടുന്നെന്നും അദ്ദേഹം ആരോപണങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ പ്രചാരം നേടാനായി. 2018 പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാർട്ടി അധികാരത്തിൽ വന്നു. ഖാൻ പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രി എന്ന നിലയിൽ അഴിമതി നിർമ്മാർജ്ജനം, സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കൽ, വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ഖാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2022 ഏപ്രിലിൽ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാനെ പുറത്താക്കി. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളുമായിരുന്നു അവിശ്വാസ പ്രമേയത്തിന് കാരണം. പുറത്താക്കപ്പെട്ടതിന് ശേഷം ഖാനും PTIയും രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ നടത്തി. നവംബറിൽ ലാഹോർ നഗരത്തിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ഒരു പ്രതിഷേധ ജാഥ നയിക്കവേ അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായി. കാലിനാണ് വെടിയേറ്റത്. വധശ്രമത്തിന് പിന്നിൽ സൈനിക ഉദ്യോഗസ്ഥരാണെന്ന് ഇമ്രാൻഖാൻ ആരോപിച്ചു. ഈ സംഭവത്തോടെ വധശ്രമത്തെ പോലും അതിജീവിച്ച നേതാവെന്ന നിലയിൽ ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഉയർന്നു. ജനപ്രീതി വർദ്ധിച്ചു. പക്ഷേ ഇമ്രാൻഖാനായി വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പിന് 8 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് തൊഷബാന കേസിൽ ഇമ്രാൻഖാനെ 14 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. റാവൽപിണ്ടി അക്കൗണ്ടബിലിറ്റി കോടതിയാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷറ ബീവിക്കും 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. പൊതുസ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിനും 10 വർഷത്തേക്ക് വിലക്കുമേർപ്പെടുത്തി. 787 ലക്ഷം രൂപ പിഴയും ഇരുവരും അടയ്ക്കണമെന്നും കോടതി വിധിച്ചു. മറ്റൊരു കേസിൽ 10 വർഷം തടവിന് ഇമ്രാൻഖാനെ ശിക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു തൊഷബാന കേസിൽ വിധി. ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചതിനായിരുന്നു ഇമ്രാൻഖാനെ 10 വർഷത്തേക്ക് തടവിന് വിധിച്ചത്. കേസിൽ ശിക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം ഇമ്രാൻഖാനെതിരായ നടപടികൾ തീർന്നില്ല. ഇമ്രാന്റെ പാർട്ടിയെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തു. പക്ഷേ തന്റെ പോരാട്ട വീര്യത്തെ തളർത്താൻ ഈ കോടതി വിധികൾക്ക് കഴിഞ്ഞില്ലെന്ന് ഇമ്രാൻഖാൻ തെളിയിച്ചു. തന്റെ പാർട്ടി സ്ഥാനാർത്ഥികളെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാകിസ്ഥാനെ മാത്രമല്ല ലോകത്തെ തന്നെ അമ്പരപ്പിച്ച് ഇമ്രാന്റെ സ്വതന്ത്രർ പലരും വിജയിച്ചെത്തി. പാകിസ്ഥാൻ ആര് ഭരിക്കുമെന്ന് സൈന്യം തീരുമാനിക്കുമെന്നതായിരുന്നു നേരത്തെയുള്ള സാഹചര്യമെങ്കിൽ ഇപ്പോൾ ഭരണം തീരുമാനിക്കുക ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനാകും എന്നതാണ് അവസ്ഥ. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ സ്വന്തം ജനതയുടെ മേൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ചുരുക്കം നേതാക്കളെ ഈ ലോകത്തുള്ളൂ എന്നതാണ് വാസ്തവം. അവരിൽ ഒരാളായി മാറുകയാണ് ഇമ്രാൻഖാൻ.